ആരും പറഞ്ഞു തരാത്ത കടകളിലെ സീക്രട്ടുമായിട്ടാണ് നമ്മളിന്ന് പഴംപൊരിയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ആരും പറഞ്ഞു തരില്ല. അപ്പോൾ ആ സീക്രട്ട് ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൈദ കുറച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ, കുറച്ച് അരിപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് ഒരു നുള്ളു പഞ്ചസാര, ഇച്ചിരി നമ്മുടെ അപ്പക്കാരം, ഒരു നുള്ളു ഉപ്പ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ. ഇങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് പഴംപൊരി കിട്ടും കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ലാസ്റ്റാണ് ഇട്ടത്. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇടേണ്ടത് കേട്ടോ. പിന്നെ ചില ആളുകൾ കടകളിൽ കളറൊക്കെ ചേർക്കുന്നവരുണ്ട്. നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പഴത്തിന് 3 ആക്കി മുറിച്ചിട്ടാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഇല്ലാതെ കുറേ അങ്ങനെ ആവരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പരുവത്തിൽ ഈ മാവിൻ്റെ ഒരു ഇതിൽ ടെക്സ്ചറിൽ നമ്മൾ ഇതുപോലെ പൊരിച്ച് കോരിയെടുക്കുക. നല്ല പഴംപൊരിയുണ്ട്. നമ്മൾ കടകളിൽ കിട്ടുന്ന പോലെ നല്ല പൊങ്ങിയിട്ടുള്ള പഴംപൊരിയാണ്. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നന്നാവാറില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിട്ട് നന്നാവും കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയായിട്ടായിരിക്കുന്നു പഴംപൊരിയൊക്കെ അല്ലേ, നല്ല അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കാണാത്ത ആളുകളൊക്കെ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലുള്ള പല വീഡിയോസ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല ശംഖുപുഷ്പത്തിൻ്റെ ചായയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നല്ല വെള്ളം തിളച്ചതിന് ശേഷം ശംഖുപുഷ്പം അതിലേക്ക് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് പഞ്ചസാര ഇടുക. ഇതാണ് കേട്ടോ അടിപൊളി ചായ, ഹെൽത്തി ചായ. നിങ്ങൾ വീട്ടിൽ മസ്റ്റായി ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ. അത്രയേ ഉള്ളൂ.